അമ്മ ചാനലിന് വേണ്ടി ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് തുളസിപ്പിള്ളയാണ്. പിന്നെ തുളസിപ്പിള്ളയെ നമുക്ക് ഇവിടെ ഉള്ള പ്രവാസികൾക്കെല്ലാം നല്ലവണ്ണം അറിയാം. കാരണം വലിയ ബിസിനസ്സും അതൊക്കെ നടത്തുന്ന ആളാണ്. അതുതന്നെയല്ല, അവിടെ ഒരു ആയുർവേദത്തിൻ്റെ ഒരിതുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പോൾ നാട്ടിലിപ്പം ഹെർബൽ ടച്ച്. അപ്പോൾ ഈ നാട്ടിൽ ഇങ്ങനൊരു ആയുർവേദം ഒരു സെൻറ്റർ തുടങ്ങാൻ എന്താണ് കാര്യം? ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം ആയുർവേദം തുടങ്ങുന്നത് നാട്ടിലാണ്. ആഹാ, ആ ശരി. എനിക്കൊരു വീടുണ്ടായിരുന്നു, തുളസി തീർത്ഥം എന്നായിരുന്നു ഞാൻ ആ വീടിന് പേരിട്ടിരുന്നത്. അതിനുശേഷം ആ വീട് എന്തെങ്കിലും ഗൾഫിൽ നിന്ന് തിരിച്ചു ചെന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോഴേ, ഞാൻ പണ്ട് മുതലേ ആയുർവേദത്തോട് ഇഷ്ടമുള്ള ആളാണ്. ഞാൻ അലോപ്പതി മരുന്നുകൾ വളരെ കുറച്ചാണ് കഴിക്കാറുള്ളത്. ആയുർവേദത്തോടുള്ള താല്പര്യം. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മകന് BNYS ബാച്ചിലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ്, അപ്പോൾ അതിൽ അഡ്മിഷൻ കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു അവൻ വളർന്നു വരുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാം. പിന്നെ അതിലുപരി നമ്മുടെ നാട്ടിൽ എല്ലാവരും ആരോഗ്യവാന്മാരായിരിക്കണമെന്ന് എനിക്കൊരു താല്പര്യമുണ്ട്. ആയുർവേദവും ആരോഗ്യവുമായിട്ട് ബന്ധമാണല്ലോ. അതെ അതെ. ഞാൻ അലോപ്പതിയിലുള്ള സ്റ്റിറോയിഡ് പോലുള്ള മരുന്നുകൾ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അഡ്വൈസ് ചെയ്യുന്നതും ആഗ്രഹിക്കുന്നതും ആയുർവേദമാണ്. ചേച്ചിക്ക് ആയുർവേദത്തെക്കുറിച്ച് നല്ലപോലെ അറിയാമല്ലോ. ചേച്ചി ആയുർവേദത്തിൻ്റെ തന്നെ ആളാണ്. ഞാനായിട്ടത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതെ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ളവരുടെ ആരോഗ്യം, നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ ആരോഗ്യം, നമ്മുടെ ആരോഗ്യം എല്ലാത്തിനും ആയുർവേദം ഒരു വഴികാട്ടിയാണ്. തീർച്ചയായും ആ വഴിയിലൂടെ സഞ്ചരിക്കാമെന്ന് വിചാരിച്ചു. അല്ല, എന്നോട് വല്ലതും ചോദിക്കാറുണ്ട്, ചേച്ചി ഇങ്ങനെ ഇപ്പം ഇങ്ങനെ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു അതൊന്നുമില്ല, ഞാൻ എങ്ങനെ മാസത്തിൽ ഒരു 3-4 ദിവസം അഭ്യംഗം, അതായത് എണ്ണ തേച്ച് കുളിക്കുകയൊക്കെ ചെയ്യും. എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ആയുർവേദമാണ്. തുളസി തീർത്ഥം ആയുർവേദ നാച്ചുറോപ്പതി എന്നാണ് ഞാൻ പേരിട്ടിരിക്കുന്നത്. അത് പന്തളത്താണ്. പന്തളത്ത് എടയാടി ജംഗ്ഷൻ, കുരമ്പാല എടയാടി ജംഗ്ഷനിൽ അവിടെ തന്നെയാണ്. മെയിൻ റോഡിൽ നിന്നൊരു 100 മീറ്റർ അകത്തോട്ട് മാറിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കവിടെ എല്ലാവിധ പഞ്ചകർമ്മ ചികിത്സകൾ, പ്രസവ ശുശ്രൂഷ, വെരിക്കോസ് വെയിനുള്ള ചികിത്സകൾ, പിന്നെ ഇനിയിപ്പോൾ ഉടനെ തന്നെ നമ്മൾ നാച്ചുറോപ്പതി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നാച്ചുറോപ്പതി തെറാപ്പി സ്റ്റാർട്ട് ചെയ്യില്ല. ഈ 15-ാം തീയതി ഒരു ഡോക്ടർ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്തിട്ടൊരു നല്ല സെൻ്ററാക്കി മാറ്റണമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷകൾ. അല്ല, തീർച്ചയായും ഇപ്പം ആയുർവേദത്തിനെ കുറിച്ച് ഇപ്പം ആൾക്കാർക്കൊക്കെ ഒരു നല്ല ബോധമുണ്ട് ഇപ്പം. തീർച്ചയായിട്ടും. കാരണം ഇതിന് സൈഡ് എഫക്റ്റ് ഇല്ല, അതന്നെ, പാർശ്വഫലമില്ല, ഒന്നുമില്ല. പിന്നെ ജീവിതശൈലി രോഗങ്ങളാണല്ലോ പ്രധാനമായിട്ട് ഇന്ന് നമുക്കെല്ലാം ഉള്ളത്. അതെ അതെ അതെ. അപ്പം നമ്മൾ ഒരു ജീവിതശൈലി രോഗത്തിന് നിങ്ങളൊരു ഇംഗ്ലീഷ് മരുന്ന് ഇന്ന് കഴിച്ചാൽ ചിലപ്പോൾ നാളെ അതങ്ങ് മാറും, പക്ഷേ അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. അതെ അതെ. ആയുർവേദം അതല്ല. ആയുർവേദം അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ശരിയാണ്. അപ്പം ഒരു എല്ലാവരുടെയും സുഖം, ആരോഗ്യം ആഗ്രഹിക്കുന്നു. അതെ, ആയുർവേദത്തിൽ പറയുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം ഇൻറ്റേർണലായിട്ടുള്ള കാര്യങ്ങൾ ശരിയാക്കണം. തീർച്ചയായും. എന്നിട്ട് വേണം പിന്നെ മറ്റുള്ള കാര്യങ്ങൾ, പുറമേ കാര്യങ്ങൾ. അതിപ്പോൾ പുറമേ എല്ലാവരും കൊണ്ട് പ്രത്യക്ഷത്തിൽ കാണുന്ന അല്ല യഥാർത്ഥ രോഗം. അതെ. ഇപ്പോൾ ഫേഷ്യലും പരിപാടി എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം കെമിക്കലാണ്. തീർച്ചയായും. കാരണം ആയുർവേദത്തിൽ അതൊന്നും പ്രിഫർ ചെയ്യുന്നില്ല. കാരണം ആയുർവേദത്തിന്റെ അതുണ്ട്, അത് ലോങ് ലാസ്റ്റിംഗ് ആണ് ചെയ്തത്. അതെ. പക്ഷേ നമുക്ക് ആവശ്യമുള്ള, ശരീരത്തിന് ആവശ്യമുള്ള ഘടകങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ആയുർവേദത്തിൽ കൂടെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് ശരീരത്തിന്. ഇന്നത്തെ ഒരു കെമിക്കലും പരിപാടിയൊന്നും ആവശ്യമില്ല. അപ്പം എന്താ പറയത്തില്ലേ, മുഖം നന്നാവണമെങ്കിൽ മനസ്സ് നന്നാവണം. മനസ്സാണ് മുഖത്തിന്റെ കണ്ണാടി. അതെ, കണ്ണാടി. അത് മനസ്സ് നന്നായാൽ മുഖം നല്ല, ഉള്ളിൽ അതെ ആന്തരികമായ കാര്യങ്ങൾ നന്നായാൽ അത് പ്രത്യക്ഷത്തിലും ഉണ്ടാവും. അതെ അതെ. അല്ലാതെ പ്രത്യക്ഷത്തിൽ ചികിത്സിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ആയുർവേദത്തിന് നല്ല ഇതുണ്ട്. പഴയ വർഷങ്ങളായിട്ടുള്ള ഗ്രന്ഥികളിലൂടെ, ചികിത്സാ രീതികളിലൂടെ വളർന്നു വന്ന വളരെയധികം ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം പിന്നെ ഇതിൽ തന്നെ എന്താ വെച്ചാൽ ചിലർ ഈ പിന്നെ കോവളത്തും അവിടെയൊക്കെ പറഞ്ഞ് ആയുർവേദം ഒരു ചെറിയ ഹട്ട് പോലെ ഉണ്ടാക്കിയിട്ട് തിരുമല വീഴ്ചയിലൊക്കെ നടത്തിയിട്ട് ആരും ഒരു തമാശ പറയുന്ന കേട്ട് എന്താ പറയുക, ഏതോ ഒരു സായിപ്പ് കണ്ട് ഇവിടെ വന്നെന്നെല്ലാം തിരുമയൊക്കെ കഴിഞ്ഞപ്പോൾ സായിപ്പ് അങ്ങോട്ട് പോയി നടക്കാനേ വയ്യാതായി. കാരണം എന്താ വെച്ചാൽ അതൊക്കെ ഒരു ഒറിജിനൽ മരുന്നൊന്നുമല്ല. അതൊക്കെ എല്ലാത്തിനകത്തും ബിസിനസ് ഉണ്ടല്ലോ, എല്ലാത്തിനകത്തും ഉണ്ട്. പക്ഷേ ഒരു കിലോ വെണ്ടയ്ക്ക 20 രൂപ ആവും പറഞ്ഞാൽ, നിങ്ങളത് 15 രൂപയ്ക്ക് വേണമെന്ന് പറഞ്ഞാൽ അവൻ തരും. വീട്ടിൽ കൊണ്ടുപോയി തൂക്കുമ്പോൾ 800 ഗ്രാമേ കാണത്തുള്ളൂ. അതെ അതെ.
അതെല്ലാത്തിനകത്തും ബിസിനസ് വരുന്ന പറഞ്ഞ പോലുള്ള കാര്യം. പക്ഷേ എന്നാലും ആൾക്കാർക്ക് പണ്ടത്തെ പോലെ എല്ലാം പെട്ടെന്ന് അങ്ങോട്ട് ശരിയാവണം എന്നുള്ള ആ ഒരു ധാരണ ഇപ്പോൾ മാറിയിട്ടുണ്ട്. കാരണം അതിന് അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്റ്റും പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ ആയുർവേദത്തെക്കുറിച്ച് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ദിവസം ചേച്ചി നമ്മുടെ പ്രസ്ഥാനമായിട്ടൊക്കെ വന്ന് ഒരു ദിവസം അവിടെ നമുക്കവിടെ 4 റൂമുണ്ട്, താമസിച്ച് ചികിത്സിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. 4 ഫാമിലിക്ക് ഒരേ സമയത്ത് താമസിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പിന്നെ OP ഫെസിലിറ്റി ഉണ്ട്, യോഗ സെൻ്റർ ഉണ്ട്, നാച്ചുറോപ്പതി ഉണ്ട്. ഇതെല്ലാം ഒരു ദിവസം ചേച്ചി ഒരു 2-3 ദിവസം ഒരാഴ്ചത്തെ പ്ലാൻ ഇട്ട് വന്നു. ആരോഗ്യം കണ്ടിന്യൂ ചെയ്യുക, അതുപോലെ തന്നെ ചേച്ചിക്ക് ആൾക്കാരെയും റെഫർ ചെയ്യാം. അതെ അതെ. ഇതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ അസുഖമായിട്ട് ആൾക്കാർ വരുന്നതിലുപരി അസുഖം വരുന്നതിന് മുമ്പേ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ രോഗികളെ അല്ല പ്രതീക്ഷിക്കുന്നത്, രോഗമാവാതിരിക്കാൻ വേണ്ടി വരാതിരിക്കാൻ ഉള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശരി, അതാണ് എൻ്റെ ഒരു പ്രധാന ആഗ്രഹം. അപ്പോൾ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അപ്പം നമുക്ക് വീണ്ടും കാണാം. ശരി, ചേച്ചിയെ കാണാൻ പറ്റിയതിൽ എനിക്കും വളരെ സന്തോഷം.